ഹായ് ഹലോ കൂട്ടുകാരെ കേതിൻ്റെ ഏതെന്തടത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കല്ലേ. ഇന്ന് നമുക്ക് ഓണം സീരീസ് നമ്പർ 2 പോയാലോ. ഇന്നത്തെ നമ്മുടെ ഐറ്റം പാലട പ്രഥമനാണ്. ഓണസദ്യ എന്ന് പറയുമ്പോൾ പായസമാണല്ലോ മെയിൻ. ഓണസദ്യക്ക് ഈ പ്രാവശ്യം എല്ലാവരും ഒരു ടൈപ്പ് പായസം മാത്രം വെക്കണ്ട, പല ടൈപ്പ് വെച്ചു 1 2 3 ഐറ്റം പായസമൊക്കെ ആയിക്കോട്ടെ, എല്ലാവർക്കും സന്തോഷമാവുമല്ലോ. അപ്പം അങ്ങനെ തുടങ്ങല്ലേ. ആദ്യമായിട്ട് നമ്മൾ ഒരു ഉരുളി വെച്ചിട്ടുണ്ട്. ഞാൻ ഓണായതുകൊണ്ട് ഉരുളിയൊക്കെ വെച്ചെന്നേ ഉള്ളൂ. ചൂട് കട്ടിയുള്ള ഏത് പാത്രവും ആകാം കേട്ടോ. ഉരുളി ചൂടായതിലേക്ക് 2 ടേബിൾ സ്പൂൺ നെയ്യും അതിലേക്ക് നമ്മൾ വാങ്ങി വെച്ചിരിക്കുന്ന 250 ഗ്രാം അടയാണ് ഞാൻ ചേർത്തിരിക്കുന്നത്. അതിലേക്ക് 2.5 ടേബിൾ സ്പൂൺ ചവ്വരിയും കൂടെ ചേർത്തു. ഇത് നമ്മൾ ഗോൾഡൻ ബ്രൗൺ നിറം ആവുന്നിടം വരെ ഇളക്കിക്കൊണ്ടിരിക്കണം. അങ്ങനെ നമ്മുടെ അടയൊക്കെ നല്ല ഗോൾഡൻ ബ്രൗൺ ആയിട്ട് ചവ്വരിയൊക്കെ മൂത്ത് വരുന്നുണ്ട്. ഇതിലേക്ക് നമുക്ക് 1/2 ലിറ്റർ പാലാണ് ഞാൻ ആദ്യം ഒഴിച്ചു കൊടുത്തത്. അതിട്ട് നന്നായിട്ടൊന്ന് ഇളക്കി നോക്കിയപ്പോൾ കുറച്ച് പാലിൻ്റെ കൂടെ ആവശ്യമുണ്ട്. പക്ഷേ ഇതൊന്ന് ചൂടായി വരുമ്പോഴേക്കും നമുക്കിനി ബാക്കി ചേർത്ത് കൊടുക്കാം. ഇനി നമ്മൾ പാല് ചേർക്കുമ്പം ചൂടായ പാല് മാത്രമേ ചേർക്കാൻ പാടുള്ളൂ. അങ്ങനെ അതൊക്കെ വെന്ത് കുറുകി വന്നിട്ടുണ്ട് നന്നായിട്ട്. അപ്പോൾ നമ്മൾ ഒരു 1/2 ലിറ്റർ ചെറിയ ചൂടാക്കിയ പാലും കൂടി ചേർത്ത് കൊടുത്തു. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കണം. അട നന്നായി വെന്തെന്ന് ഉറപ്പായ ശേഷം അതിലേക്ക് 1.5 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുക. പഞ്ചസാരയും അടയുമായി നന്നായിട്ട് ഇളക്കി മിക്സ് ആക്കുക. ഇനി കുറച്ച് നേരം ഇത് വേവണം. ഒരു 10-20 മിനിറ്റെങ്കിലും ഇനി മധുരം പിടിക്കണ്ടേ, വേവല്ല മധുരം പിടിക്കണം അടയിലേക്ക്. ഒരു വെന്ത് കുറുകി വരുന്ന ടൈം ആകുമ്പോഴേക്കും നമുക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്ത് കൊടുക്കാം. ഞാൻ ഈ ബോട്ടിൽ ഹാഫോളം ചേർത്തിട്ടുണ്ട്. ഇനി കണ്ടൻസ്ഡ് മിൽക്ക് ഇല്ലാത്തവർ 2 കപ്പ് പഞ്ചസാര ചേർത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്, അതുകൊണ്ടാണ് ഞാൻ ചേർക്കാൻ പറഞ്ഞത്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, പഞ്ചസാര ചേർത്താൽ മതി. ഇതിലേക്ക് ഒരു 6 ഏലക്കായും 2 ടേബിൾ സ്പൂൺ പഞ്ചസാര പൊടിച്ചതും കൂടി ലാസ്റ്റ് ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നന്നായിട്ട് ഇളക്കുക. ഇത് ചേർത്തതിന് ശേഷം ഒരുപാട് നമ്മളങ്ങ് അടുപ്പിൽ വെക്കാൻ പാടില്ല. ഇപ്പം നമ്മുടെ പായസം നന്നായിട്ട് കുറുകി വന്നിട്ടുണ്ട്. ഇലയിലൊക്കെ ഇപ്പോഴല്ല, ഇതൊരു തണുത്ത് വരുമ്പോഴേക്കും ഇലയിൽ ഒഴിക്കുമ്പോഴത്തേക്കും കറക്റ്റ് ഒരു പരുവാകും. ഇനി ഇതിലേക്ക് കുറച്ച് പച്ചനെയ്യ്, ഒരു 2 ടേബിൾ സ്പൂണോ 1 ടേബിൾ സ്പൂണോ എത്രയായാലും കുഴപ്പമില്ല, നെയ്യല്ലേ. ഇനി നമുക്ക് കാഷ്യൂ നട്ട്സും റേസിൻസും കൂടി വറുത്തെടുക്കാം കേട്ടോ. അതിനായിട്ട് ആവശ്യമുള്ള നെയ്യ് ഒഴിച്ചിട്ട് പിന്നെ ഇതെല്ലാം കൂടിയിട്ട് മൂപ്പിച്ചെടുക്കാം. ഒരുപാട് കറുത്ത് പോകാൻ പാടില്ല കേട്ടോ. ഞാൻ പാലട ആയതുകൊണ്ട് നല്ല കറുത്ത മുന്തിരിയില്ലേ, അതും കൂടി ഇതിലേക്ക് ചേർത്തിട്ടുണ്ട്. അതാണ് ഇടയ്ക്കിടയ്ക്ക് നല്ല കറുത്ത കളർ. വെള്ളയ്ക്കകത്ത് ഇങ്ങനെ കറുത്ത് കിടക്കുമ്പോൾ കാണാൻ നല്ല ഭംഗിയാണേ. ഞാൻ 50 ഗ്രാം നെയ്യും ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. നെയ്യൊക്കെ വെച്ച് പിശിക്കണ്ടാണ്, പായസമല്ലേ അടിപൊളിയായിട്ടിരിക്കട്ടെ, നെയ്യൊക്കെ ആവശ്യത്തിന് ചേർത്തോളൂ. ഇതും പപ്പടവും ഒക്കെ കുഴച്ച് കഴിക്കാൻ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പോൾ എല്ലാവരും ഓണത്തിന് ട്രൈ ചെയ്ത് നോക്കണം, മസ്റ്റ് ട്രൈ ആയിട്ടാണ് കേട്ടോ. പക്ഷേ ഇത് ഒരു പ്രാവശ്യം ഉണ്ടാക്കുന്നവർ വീണ്ടും ഇത് ഉണ്ടാക്കി നോക്കും. കാര്യം അത്രയ്ക്ക് ടേസ്റ്റിയാണ്, കുട്ടികൾക്കൊക്കെ ഇഷ്ടപ്പെടും. അപ്പോൾ ഈ ഓണം സീരീസ് ഇവിടെ അവസാനിക്കുന്നില്ല, വീണ്ടും കാണും. അപ്പം ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക. ടാറ്റ, ഓക്കെ, ബൈ ബൈ.